വീണ്ടും ഒരിക്കൽ കൂടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി നൽകി കോടതി വിധി. നീലച്ചിത്രതാരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നുമാണ് കേസ്. ട്രംപിനെതിരെ ചുമത്തിയ 34 കുറ്റങ്ങളും തെളിഞ്ഞു എന്ന് കോടതി വിധിച്ചു. ട്രംപ് കുറ്റക്കാരനെന്ന് ഏകകണ്ഠമായാണ് ന്യൂയോർക്ക് ജൂറി വിധിച്ചത്. ജൂലൈ 11-നായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക. 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത് എന്നാണ് അറിയുന്നത്. ഈ കോടതി വിധിയോടെ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആദ്യത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റായും ട്രംപ് മാറുകയാണ്. അതേസമയം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണ് ഇത് എന്നും രാജ്യം നരകത്തിലേക്കാണെന്നും താൻ നിരപരാധിയാണെന്നും ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപുമായി 2006-ലുണ്ടായ ലൈംഗിക സമാഗമം വിശദമായി കോടതിയിൽ സ്റ്റോമി ഡാനിയൽസ് വിവരിച്ചിരുന്നു. സ്റ്റോമിയുമായുള്ള ഈ ബന്ധം മറച്ചുവെക്കാൻ 2016-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ട്രംപ് $130,000 ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ സ്റ്റോമിക്ക് നൽകി എന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചു എന്നുമാണ് കേസ്. ട്രംപ് അഭിഭാഷകൻ മുഖേനയാണ് സ്റ്റോമിക്ക് പണം നൽകിയിരുന്നത്. ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരായ സ്റ്റോമി 2006-ൽ ലേക്ക് ടാഹോയിലെ ഗോൾഫ് മത്സരത്തിനിടയിലാണ് ട്രംപിനെ കണ്ടുമുട്ടിയത് എന്നും വിരുന്നിനുള്ള അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചു എന്നും പറഞ്ഞിരുന്നു. അന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തായിരുന്ന ട്രംപ് ദ അപ്രന്റീസ് എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകനുമായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്നാൽ വാഗ്ദാനം പാലിക്കപ്പെടില്ലെന്ന് മനസ്സിലായതോടെ താൻ ട്രംപുമായുള്ള ബന്ധം പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് സ്റ്റോമി പറയുന്നത്. 2016-ലെ തിരഞ്ഞെടുപ്പിൽ ട്രംപ് പ്രചാരണം നടത്തുന്നതിനിടെ സ്റ്റോമി ട്രംപുമായുള്ള തന്റെ അവിഹിത ബന്ധ കഥ പുസ്തക രൂപത്തിൽ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ട്രംപിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ എൻക്വയറർ എന്ന ടാബ്ലോയിഡ് പത്രം സ്റ്റോമിയുടെ ഈ നീക്കം മണത്തറിയുകയും തുടർന്ന് പത്രമുടമ സ്റ്റോമിയെ ട്രംപിന്റെ അഭിഭാഷകൻ മൈക്കൽ കോഹനുമായി ബന്ധപ്പെടുത്തുകയുമായിരുന്നു. സ്റ്റോമി എഴുതിയ ഫുൾ ഡിസ്ക്ലോഷർ എന്ന പുസ്തകത്തിലാണ് ട്രംപുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് സ്റ്റോമിക്ക് 27 വയസ്സാണ് പ്രായം, ട്രംപിന് 60 വയസ്സും. തന്റെ ജീവിതത്തിലെ ഒട്ടും തൃപ്തികരമല്ലാത്ത അറുപോറൻ ലൈംഗിക ബന്ധമെന്നാണ് സ്റ്റോമി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപിന്റെ ശരീര വർണ്ണന വരെ ബുക്കിലുണ്ടായിരുന്നു. അക്കാലത്ത് ട്രംപും സ്റ്റോമിയും ഒരുമിച്ച് പോൺ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ചിത്രം വരെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതൊന്നും പുസ്തകത്തിൽ വരാതിരിക്കാൻ ഡേവിഡ്സണും ട്രംപിന്റെ അഭിഭാഷകൻ മൈക്കൽ കോഹനും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കി. അതനുസരിച്ചാണ് തനിക്ക് $130,000 നൽകിയതെന്ന് സ്റ്റോമി പറഞ്ഞു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരിക്കൽ കൂടി ഏറ്റുമുട്ടാനിരിക്കെയാണ് ട്രംപിനെതിരായ ഈ വിധി വരുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ജോ ബൈഡനും റിപ്പബ്ലിക് പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപും നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു. എന്നാൽ കോടതി വിധി മത്സരിക്കുന്നതിന് ഒരു തടസ്സമല്ല. ആരും നിയമത്തിന് അതീതരല്ല എന്ന് ഈ വിചാരണ തെളിയിക്കുന്നു എന്നായിരുന്നു ബൈഡന്റെ പ്രതികരണം. നമ്മുടെ ജനാധിപത്യത്തിന് ട്രംപ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 12-അംഗ ജൂറി 2 ദിവസങ്ങളിലായി 11 മണിക്കൂറിലധികം ചർച്ച നടത്തിയതിനു ശേഷമാണ് ട്രംപിനെതിരായ ഏകകണ്ഠമായ വിധി പുറപ്പെടുവിച്ചത്. ബൈഡൻ വിജയിച്ച 2020-ലെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തിയതിനും വൈറ്റ് ഹൗസ് വിട്ട ശേഷം രഹസ്യരേഖകൾ പൂഴ്ത്തിവെച്ചതിനും ട്രംപ് അന്വേഷണം നേരിടുന്നുണ്ട്. വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണ് ഇത് എങ്കിലും ഈ കേസിലെ വിചാരണകൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.